ഇനി ഒന്നും ട്രൈ ചെയ്യണ്ട. ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം. ഒന്നും നടക്കാൻ പോകുന്നില്ല. മരിക്കും വരെ ഒരടയാളം ഇല്ലാത്ത ഒരാളായിട്ട് ഞാൻ ജീവിച്ചോളാം. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടാ വന്നത്. എന്തെങ്കിലും നടന്നോ? സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ പറ്റിയില്ല, ആധാർ കാർഡ് എടുക്കാൻ പറ്റിയില്ല, ജോലിക്ക് പോകാൻ പറ്റിയില്ല. ആകെ ലോക്കായി പോയതുപോലെ. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല സുധീഷ്. കുറച്ച് വെള്ളം കുടിക്കും. വേണ്ട. ശകലം വെള്ളം കുടിക്കേ. എനിക്ക് ഇയാളുടെ അവസ്ഥ നന്നായി മനസ്സിലാവുന്നുണ്ട്. നിധി, ഇതൊരു അവസാനമായിട്ട് കാണരുത്. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഇയാള് എനിക്കൊരു 2 മിനിറ്റ് സമയം എന്താ ചെയ്യാൻ പറ്റുന്ന എനിക്ക് പരിചയമുള്ള ആളോടൊന്ന് വിളിച്ചു നോക്കട്ടെ. അതുവരെ ഇയാള് വണ്ടി തന്നെ ഇരുന്നു. വെറുതെ വെയിലുള്ള ആവശ്യമില്ലല്ലോ. ചെന്നിരുന്നു. ചില്ലേ, ഞാൻ നോക്കിക്കോളാം. സാരില്ല, അത് വിട്ടേക്ക്. നിധി, ഉറപ്പായി എന്തെങ്കിലും വഴി ഉണ്ടാവുന്നേ. അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. അറിയാവുന്ന വഴികളൊക്കെ നമ്മൾ നോക്കി. ആ വഴികൾ തന്നെ നെറ്റിലുള്ളത്. അതിൽ മേലെ വേറെ ആര് പറയാം. നമുക്ക് തിരിച്ചു പോകാം. അല്ല, ഉറപ്പായിട്ടും എന്തെങ്കിലും വഴി ഉണ്ടാവും. ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നിട്ട് ആധാർ കാർഡ് ഇയാൾക്ക് എടുത്ത് തരുകയും ചെയ്യും. എന്റെ ഉറപ്പാ. ആവട്ടെ, കിട്ടുമ്പോ കിട്ടട്ടെ. തൽക്കാലം നമുക്ക് പോവാം. വരും. ഏതെങ്കിലും ഒരു പെണ്ണിനെ ചെറുക്കനെയും കൂട്ടി പിടിച്ച് കല്യാണം കഴിപ്പിച്ച് കമ്മീഷൻ വാങ്ങണം. അവര് ജീവിച്ചാലും ഇല്ലെങ്കിൽ ഇയാക്കെന്താ അല്ലേ? അല്ലാതെ ഞാനെന്ത് വേണം? നന്നായി ജീവിക്കണേന്ന് ദിവസവും പോയി കവിളിച്ചിട്ട് കൊടുക്കും. ഓരോരുത്തർക്ക് യോജിച്ച പെണ്ണിനെ കണ്ടെത്തി കൊടുക്കണം. അപ്പൊ അവർക്കിടയിൽ വഴക്കൊന്നും അങ്ങ് പോലേ. സുധീഷേ, നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായി. സുഭാഷിനെ അതൊരു പെൺകുട്ടി ശരിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നതാ. എന്താ ഏതാണൊക്കെ കേട്ടു നോക്ക്. ഓ, സുഭാഷ് ചേട്ടന്റെ കല്യാണത്തെ പറ്റിയൊക്കെ അന്വേഷിച്ചു തുടങ്ങിയല്ലേ? കൊള്ളാലോ. എന്റെ അഭിപ്രായം, ഈ വീട്ടിൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും വരെ വെക്കുന്നത്. എന്നാലും തന്തയല്ലേ, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുള്ള പരാതിയും കേൾക്കണം. ഇങ്ങനൊരു കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ടുണ്ട്. ഇനി പെണ്ണ് കാണണോ വേണ്ടോ എന്നൊക്കെ നിങ്ങളൊക്കെ തീരുമാനിക്കേ. കെട്ടിക്കണോ, കെട്ടയക്കോ, എന്ത് വേണോ ആയിക്കോ. നിങ്ങളുടെ അച്ഛൻ വഴിയിൽ വെച്ച് എന്നെ ഒന്ന് ആക്കി വിട്ടു. ഒരു പെണ്ണ് ശരിയായില്ലെങ്കിൽ ഈ ബ്രോക്കർ കുപ്പായി ഇട്ടോണ്ട് നടക്കുന്നത് എന്തിനാണ്? എന്നാ പിന്നെ ഒരു കണ്ടെത്തിയിട്ടേ അടങ്ങുന്നു ഞാനും. കിട്ടിയോ? പിന്നെ അറിയോ എവിടെ കുട്ടി നിങ്ങളൊക്കെ അറിയുന്ന ആള് തന്നെ. എന്ന് വെച്ചാ നമ്മൾ ഒരിക്കൽ പോയി കണ്ടതാന്നേ. നമ്മള് കണ്ടു. ആറ്റിങ്ങലിന്റെ അടുത്തേ. ആ കുട്ടിയോ? ഏതാണ്? സുഭാഷേട്ടൻ പരിപ്പടം പഠിപ്പിച്ചില്ലേ? ആ കുട്ടി. അതെ അതെ. അല്ല, പക്ഷെ അത് നടക്കില്ലെന്ന് അവരോട് ഒന്ന് പറഞ്ഞിട്ട് പോയല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിപ്പോ വീട് ആലോചിക്കുന്നതിൽ അവർക്ക് വിരോധമില്ല. ആ പെൺകുട്ടിയും നിങ്ങളുടെ സുഭാഷൻ തമ്മിൽ ഒരിക്കൽ മീറ്റ് ചെയ്തിരുന്നു. സുഭാഷേട്ടൻ ആ കുട്ടി ഒറ്റയ്ക്ക് പോയി കണ്ടു. അതൊരിക്കലും നടന്നിട്ടുണ്ടാവില്ല. വന്നേ, ആ കുട്ടി എന്നോട് പറഞ്ഞത്. അന്ന് ആ കുട്ടി ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. അതിനോക്കെ ആണെങ്കിൽ അവർ വിവാഹത്തിന് തയ്യാറാണ്. എന്ത് കണ്ടീഷൻ? അത് നിങ്ങളുടെ സുഭാഷിനോട് തന്നെ എന്നിട്ട് ഓക്കെ ആണെങ്കിൽ പറ, നോക്കാലോ. അല്ല, കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? വേണം. സുഭാഷിന്റെ കല്യാണം നടന്നിട്ട് ആ സദ്യയെ ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നു മുമ്പേ തീരുമാനിച്ചതാ. അതിലൊരു മാറ്റമൊന്നുമില്ല. എന്നാലും സുഭാഷ് ചേട്ടൻ ഒറ്റയ്ക്ക് പോയി ആ കുട്ടിയെ കണ്ടു എന്ന് പറയുമ്പോ കണ്ടിട്ടുണ്ടാവും. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലെന്നേ. അന്നാ ചേച്ചിയുമായി ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. പക്ഷെ നേരെ കണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. എന്താടാ ഇത് പഠിക്കാതെ ബുക്ക് എടുത്ത് കാക്കിക്കൊണ്ടിരുന്നു? സുഭാഷ്, ഒരു മിനിറ്റ് ഇങ്ങ് വാ. എന്താടാ? ഇത്രയും ഞങ്ങൾ വിചാരിച്ചില്ല സുഭാഷ് ചേട്ടാ. എന്ത്? നിസ്സാര ആളല്ലെന്ന് മനസ്സിലായി. മനസ്സിലായില്ല. അല്ല, നിങ്ങളെന്താ ചുറ്റും നിന്ന് നോക്കുന്നു? സുഭാഷിന്റെ ജോലി കഴിഞ്ഞെത്തിയതല്ലേ ഉള്ളൂ. കുറച്ച് എന്റെ ചോദിച്ചാ പോരെ. എന്ത് ചോദിക്കുന്ന കാര്യങ്ങള്? അല്ല, എന്തിനെങ്കിലും നോക്കുന്നത്? ഞാനെന്തോ കള്ളത്തരം ചെയ്ത പോലെ. അപ്പൊ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് അല്ലേ? എന്ത് തോന്നല്? ഞങ്ങൾ എന്തായാലും അങ്ങനെ വിചാരിച്ചില്ല സുഭാഷേട്ടാ. എങ്ങനെ? എടാ, മനുഷ്യനെ വിട്ടുപിടിപ്പിക്കാത്ത കാര്യം എന്താ പറ. ഒന്ന് കേറി പോകുന്നത് തുടങ്ങിയാണല്ലോ. ഞങ്ങൾക്കറിയാത്തതായി ഏട്ടന്റെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഏട്ടൻ ഒരു പാവമാണെന്നാ ഞങ്ങൾ വിചാരിച്ചത്. അതെ, ഞാൻ സുഭാഷേട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ. പറട്ടെ. ഇനി എന്തായാലും ഞാൻ എന്താ ചെയ്തെന്ന് അറിയട്ടെ. പറ. അപ്പൊ ഒരു രഹസ്യവും സുഭാഷേട്ടന്റെ ജീവിതത്തിലില്ല അല്ലെ? ഇനിയിട്ട് കുഴപ്പിച്ചാലേ നല്ല കിഴക്ക് പിടിക്കേണ്ടിയിരുന്നു. പിന്നല്ലാതെ സുഭാഷ് ചേട്ടൻ ഒരു പെൺകുട്ടിയെ തനിയെ പോയി കണ്ട് സംസാരിച്ചിരുന്നു. പെൺകുട്ടിയോ? ഞാൻ പോയി കാണുക തനിയെ. എപ്പോ? ശരി, ബിൽഡപ്പ് ഒക്കെ നിർത്താം. നേരിട്ട് ചോദിക്കാം. ആറ്റിങ്ങലടുത്ത് അന്ന് നമ്മളൊരു പെൺകുട്ടിയെ കാണാൻ പോയില്ലേ? ഏത്? നമ്മുടെ വട ചുട്ട വീട്. ഇപ്പൊ ഓർമ്മ വന്നോ? ആ കുട്ടിയെ സുഭാഷ് ചേട്ടൻ തനിയെ പോയി കണ്ട് സംസാരിച്ചിരുന്നു. പറഞ്ഞു. അത് കണ്ടില്ലെന്ന് പറയാനാണെങ്കിൽ വേണ്ട. ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞേ. സുഭാഷേട്ടാ, നിങ്ങൾ ആ കുട്ടിയായിട്ട് സംസാരിച്ചു എന്ന് ഇവരറിഞ്ഞു. അതാ ഇപ്പൊ വലിയ ആഗോള പ്രശ്നമായിട്ട് പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അതെന്താ ഞങ്ങളോട് പറയേണ്ടത്? അപ്പൊ അതിലെന്തോ ഉണ്ടെന്നല്ല അർത്ഥം അല്ലേ? അങ്ങനൊന്നുമില്ല. അന്ന് അവിടെ പോയി വന്നിട്ട് ഒരു ദിവസം ആ കുട്ടി വിളിച്ചിട്ട് പെട്ടെന്ന് കാണുന്നു പറഞ്ഞു. ഞാൻ പോയി കണ്ടു, അത്രേ ഉള്ളൂ. കണ്ട കാര്യം എന്താ ഞങ്ങളോട് പറയാഞ്ഞ്? പറയാന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ മറ്റു കാര്യങ്ങൾക്കിടയിൽ അത് മറന്നുപോയി. അത് പിന്നെ ഒരു പ്രധാന വിഷയമായിട്ട് തോന്നിയതുമില്ല. മറന്നുപോയി. ഇതിലും പ്രധാനപ്പെട്ട ഏത് വിഷയ സുഭാഷനുള്ളത്? സാധാരണ വന്നതും പോയതും കണ്ടതും ചെയ്തതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പറയുന്ന ആളല്ലേ? എന്തിന് മത്തിയിൽ ഇരുമ്പം പൊളിയിട്ട് വെക്കുന്നതിനെ പറ്റി അരമണിക്കൂർ ഇന്നലെ സംസാരിച്ചല്ലോ. ഇത് അതിലും ചെറിയ കാര്യ. അതെ, കാലത്തേക്ക് അടക്കം നേരിട്ട് കണ്ടപ്പോ ആ കുട്ടി എന്താ പറഞ്ഞേ? ഇതാരാ നിങ്ങളോട് പറഞ്ഞു? അതാരെങ്കിലും ആവട്ടെ, ആദ്യം എന്താ സംസാരിച്ചെന്ന് പറ. അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ടടാ കുട്ടാ. പറ. അല്ല, എന്താ പറഞ്ഞത് പറ സുഭാഷേട്ടാ. അത് മാസം എത്രയായി? അത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ മറന്നുപോയി. മറന്നുപോയെന്നു? ചേട്ടാ, ഒരു പെണ്ണൊരു കാര്യം പറഞ്ഞ അത് ഒരാണ് ഒരിക്കലും മറക്കില്ല. അല്ല, ആ കുട്ടി ഒന്ന് കാണാന്ന് പറഞ്ഞു, കണ്ടു, എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതാണ് ഇപ്പൊ വളഞ്ഞെടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം. മാറാങ്ങോട്ട്.
ഒന്നും കാണൂലായിരിക്കും. സംതിങ് ഫിഷി. ഇവരെന്തിനാ ഇപ്പൊ ഇത് ചോദിക്കുന്നത്? ആരായിരിക്കും ഇവരോട് ഇത് പറഞ്ഞിട്ടുണ്ടാവും? ഇതാണോ വീട്? അതെ, സുഭാഷ് ഏട്ടൻ പരിപ്പൂട ഉണ്ടാക്കാൻ പഠിപ്പിച്ച അതേ വീട് തന്നെ. നിങ്ങൾ രണ്ടുപേരും വന്നോളൂ, വേറെ ആരും വന്നില്ല? അല്ല, ആദ്യം ഞങ്ങൾ രണ്ടു മൂന്ന് സംസാരിക്കാൻ കരുതി. ആയിക്കോട്ടെ, വാ. നമസ്കാരം, നമസ്കാരം. നമസ്കാരം. ചായ എടുക്കട്ടെ? അതെന്തോ ചോദിക്കാനാ? ചെന്നെടുത്തിട്ടോ ചെല്. ചെറുപ്പക്കാരാണ്, എന്നാലും ചോദിക്കാം. മധുരമാവല്ലോ അല്ലേ? ആവാ. ചെല്. ഇപ്പൊ കൊണ്ടുവരാം. ഇത് നിധി. ഞാൻ പറഞ്ഞില്ല, സുധീഷിന്റെ വൈഫാ ഈയുടെ കല്യാണം കഴിഞ്ഞ. ആ, അറിഞ്ഞത് വാർത്തയെ കണ്ടു. വൈറൽ കല്യാണമായിരുന്നു അല്ലേ? അത് ഈ സിറ്റുവേഷൻ കുറച്ച് അങ്ങനെ ആയിപ്പോയി. ആ. മോളെ ഇങ്ങോ. സുഖായിരിക്കുന്ന? സുഖം. ദാ മോളെ കൊടുക്ക്. ഓ, താങ്ക് യു. ചായ. ഇതെന്റെ വൈഫ് നിധി. വന്നിരിക്കെ. നീ തിരുവന്നത് കവിത എന്നല്ല പേര്. അന്ന് വന്നു പോയിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെന്നാ പറഞ്ഞേ. ഇപ്പോ ചേട്ടൻ വന്ന് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാ സംസാരിക്കാന്ന് വിചാരിച്ച് ഞങ്ങള് വന്നേ. എന്തോ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടീഷൻ എന്ന് പറഞ്ഞാ അത് അന്ന് ഞങ്ങള് സുഭാഷിനോട് പറഞ്ഞിരുന്നതാ. അന്ന് ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. സുഭാഷ് ഏട്ടൻ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഒന്നും പറഞ്ഞില്ലായിരുന്നു. കണ്ടീഷൻ എന്ന് കേട്ടപ്പോഴേ ആദ്യം അതൊന്നും അറിയാന്ന് കരുതിയാ ഞങ്ങള് വന്ന്. അങ്ങനെയാണോ? അതെ. നിങ്ങൾ സുഭാഷുമായിട്ട് ആദ്യം വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ തെറ്റായി എടുക്കരുത്. നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റി അന്വേഷിച്ചപ്പോ അത്ര നല്ല പേരല്ലേ കേട്ടോ. പക്ഷെ സുഭാഷിനെ കുറിച്ച് ആരും മോശം പറഞ്ഞില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് തന്നെ. സുഭാഷിന് കവിതയെ കെട്ടിച്ചു കൊടുക്കുന്നേ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ആ വീട്ടിലേക്ക് അയക്കില്ല. ഈ വിഷയം ആയതുകൊണ്ടാ നിങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കാൻ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പൊ ഈ വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് മാറുകയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്നാ അച്ഛൻ ഉദ്ദേശിച്ചത്. നിങ്ങളിൽ നിന്ന് ചേട്ടനെ പിരിച്ചു മാറ്റണമെന്ന് കരുതിയിട്ടല്ല. പക്ഷെ ആളുകള് ആ വീടിനെ പറ്റിയൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോ ആളുകൾ എന്തും പറഞ്ഞോട്ടെ, നിങ്ങളത് കാര്യമാക്കണ്ട. ഞാൻ ആ വീട്ടിലല്ലേ താമസിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം അവിടെ ഇല്ല. ആയിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ കേട്ടിട്ട് അവിടേക്ക് കല്യാണം കഴിച്ച് അയക്കുമ്പോ ഒരു വിഷമം പോലെ. അത് പിന്നെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ മറ്റൊരു വീട് എടുത്താലും മതി. എന്നും അവിടേക്ക് വന്നു പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ താമസിക്കുന്നത് വേറെ. വീട് വേറെ ആണെങ്കിൽ കുടുംബം തന്നെയാണല്ലോ. അതാണ് അതെ. ഇത് ഓക്കെ ആണെങ്കിൽ അടുത്ത ആഴ്ച വേണമെങ്കിൽ അടുത്ത ആഴ്ച നിശ്ചയം നടത്താൻ ഞങ്ങൾ റെഡി. എന്നാ പിന്നെ അങ്ങനെ തീരുമാനിക്കാം അല്ലേ? അത് സുഭാഷ് ഏട്ടൻ ഇതിന് സമ്മതിക്കാൻ തോന്നില്ല. ഞാനിത് നേരത്തെ സുഭാഷിനോട് പറഞ്ഞിട്ടുള്ളതാ. എന്നോട് പറ്റില്ലെന്ന് സുഭാഷ് അന്നേ പറഞ്ഞിരുന്നതാ. പക്ഷെ നിങ്ങൾ സമ്മതിക്കാൻ സാധ്യതയുണ്ടെന്ന് ബ്രോക്കറാ പറഞ്ഞത്. ഇവർക്ക് എങ്ങനെയെങ്കിലും സുഭാഷിന്റെ കല്യാണം നടക്കും. നിങ്ങൾക്കാണെങ്കിൽ വളരെ ചെറിയൊരു ഡിമാൻഡ്. അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഓക്കെ ആകുമല്ലോ എന്ന് കരുതി. ഇത് ഞങ്ങള് എല്ലാരും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ പോലെ. ഓ, ധാരാളം. നിധി, ശരി എന്നാ ഞങ്ങൾ വരട്ടെ. ശരി. 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 അതെ, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞേ. ശരി എന്നാ അറിയിക്കാം. വാ, ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ വിട്ടിട്ട് തനിയെ മാറി താമസിക്കണമെന്ന് പറഞ്ഞാ ചേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുധീഷേട്ടൻ എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ? സുഭാഷേട്ടൻ മാറി താമസിക്കുകയാണെങ്കിൽ ഈ കല്യാണം നടക്കണമെങ്കിൽ അത് തന്നെ ആവട്ടെ. സുഭാഷേട്ടൻ മാറി താമസിക്കട്ടെ. നമ്മളെ നോക്കി ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ കഴിയാന്ന് സുഭാഷേട്ടന്റെ തലവരൊന്നുമല്ലല്ലോ. ഇനിയും സുഭാഷേട്ടനെ നമ്മൾക്ക് വേണ്ടി പിടിച്ചു വയ്ക്കാൻ പാടില്ല. സുഭാഷേട്ടൻ പൊക്കോട്ടെ. ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അതെന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് ആദ്യമേ പറയുന്ന ഈ വീട് വിട്ടു പോയാലേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുന്നു. സുഭാഷേട്ടൻ മാറി താമസിച്ചാലേ ഈ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. നികേഷ്, നീ എന്താ പറയുന്നു? ചേട്ടാ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കല്ലേ. സുഭാഷേട്ടൻ പോയാൽ നമുക്കുണ്ടാവുന്ന നഷ്ടത്തെ സങ്കടത്തെ പറ്റിയല്ല, സുഭാഷേട്ടന്റെ ജീവിതത്തെ പറ്റി നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. ഈ വീട്ടിൽ ജനിക്കാനേ പാടില്ല. ഒരു ദിവസം ചിരിച്ചാ ഒരുപാട് ദിവസം കരയാനാ ഈ വീട്ടിലെ വിധി. എടാ, വെറുതെ ഡ്രാമ കാണിക്കല്ലേ. സുഭാഷേട്ടന്റെ കല്യാണം നടക്കണ്ടെന്നാണോ? എന്താ ഇങ്ങനെ പറയുന്നത്? ഈ വീട്ടില് സുഭാഷേട്ടൻ നികേഷും ഏറ്റവും ക്ലോസ്. കല്യാണം കഴിഞ്ഞ് സുഭാഷേട്ടൻ വീട് വിട്ട് പോകുന്നത് നികേഷിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? വെറുതെ അവനോട് ദേഷ്യപ്പെടണ്ട. എടത്തി, സുഭാഷേട്ടന് കല്യാണം നടക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ സുഭാഷേട്ടൻ ഇല്ലാതെ ഈ വീട്ടിൽ എങ്ങനെ കഴിയുന്ന? ഈ വീട് തന്നെ സുഭാഷേട്ടനോ? അതെടാ, ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അത് ആലോചിക്കുമ്പോ സങ്കടം തന്നെയാ. നമ്മള് ദിവസം ഈ വീട്ടിലേക്ക് വരുന്നതിന്റെ കാരണം സുഭാഷേട്ടനാ. പക്ഷെ അതിനുവേണ്ടി ജീവിതം മുഴുവൻ സുഭാഷേട്ടൻ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കണോ? വിവാഹം കഴിക്കേണ്ട ഒറ്റ തടിയായിട്ട് ജീവിക്കണോ? പാവം, തനിയെ പോട്ടെ. ഇനിയെങ്കിലും സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കട്ടെ. ചേട്ടൻ വേറൊന്നും ആലോചിക്കണ്ട. ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ നോക്ക്. ഇതിപ്പോ ചേട്ടൻ ആ കുട്ടി ഇഷ്ടമാണല്ലോ. കല്യാണത്തിന് ശേഷമാണ് സുഭാഷ് ഏട്ടൻ ഇക്കാര്യം അറിയുന്നതെങ്കിൽ അത് അംഗീകരിക്കല്ലാതെ സുഭാഷ് ഏട്ടന് വേറെ വഴി ഉണ്ടാവില്ല. വേറെ ഒരു വഴിയില്ലാതെ വരുമ്പോ ആ കണ്ടീഷൻ സുഭാഷ് ഏട്ടൻ അംഗീകരിക്കുകയും ചെയ്യും.